വലിയ ഷോയൊക്കെ കാണിച്ച് ബീച്ച് കാണാൻ പോയിട്ട് ഒരു ഡിസാസ്ട്രസ് ആയിപ്പോയി. എന്റെ ഫേവറേറ്റ് സ്പോട്ടിന് ഇങ്ങനെ ഒരു ഫേസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു മൊമെന്റ് ആണ്. ബട്ട് ആക്ച്വലി ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. ആക്ച്വലി ദിസ് ഡേറ്റ്സ് ബാക്ക് ടു ജൂലൈ 2024. മഴക്കാലം ആണെന്നുണ്ടെങ്കിലും ബാക്ക് ടു ബാക്ക് 2 days വെയിലായത് കാരണം ബീച്ചിൽ വൈബ് എൻജോയ് ചെയ്യാമെന്നുള്ള വിചാരിച്ചിട്ടാണ് പോയത്. ബട്ട് വെള്ളപ്പൊക്കമായി പോയി. ഒന്ന് കണ്ടു നോക്കൂട്ടോ. നമ്മൾ പുതുവൈപ്പ് ബീച്ചിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് ലുലുന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും മഴ പെയ്തു. പക്ഷെ മഴ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മഴ മാറും എന്ന് വിചാരിച്ചു. ഒരു മഴ എന്നുവെച്ചാൽ രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു. ഇപ്പൊ 2-3 ദിവസമായിട്ട് നല്ല മഴ ഉണ്ടായിരുന്നല്ല. പക്ഷെ ഇപ്പം ഇന്ന് നല്ല വെയിലായിരുന്നു. അപ്പൊ അതാണ് ബീച്ചിൽ പോകാന്ന് വിചാരിച്ചത്. പക്ഷെ ഇന്നിപ്പോ മഴ പെയ്തു. എന്നാലും നമുക്ക് പോയിപ്പോ മഴ മാറിയിട്ടുണ്ട്. ഒരു മഴ പെയ്ത് നന്നായി. ഒന്നൊരു കുളിർമയൊക്കെ ഇട്ടിട്ട്. ഇത് നമ്മുടെ ലുലു ആണ് കേട്ടോ. ലുലു നമ്മൾ പുതുവൈപ്പ് ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള വഴിയാണിത്. ഇപ്പൊ നമ്മളിന്ന് ഈ കൂളിംഗ് ഗ്ലാസ് ആക്ച്വലി ഇന്ന് ലെൻസ് കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. അത് കാരണം പുതിയതാതാണ് ഞാനിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പം ഊരിയാലും ഇവിടെ ഭയങ്കര വെയിലൊന്നും ഇല്ല കേട്ടോ. മഴ പെയ്തതിൻ്റെ ഒരു രസമുണ്ട്. എനിവേയ്സ് അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാണ് കണ്ടെയ്നർ റോഡ് എന്ന് വെച്ചാൽ. അതായത് നമ്മുടെ പുതുവൈപ്പ് ബീച്ചിലോട്ടും അതുപോലെ വൈപ്പിനിലോട്ടൊക്കെ പോകുന്ന വഴിയാണ്. നമ്മുടെ കൊച്ചിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡ്രൈവ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള പ്ലേസ് ആണ് ഈ ഒരു വഴി എന്ന് വെച്ചാൽ. കുറച്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇതുപോലെ നീണ്ട റോഡ്. നമുക്ക് റൈഡിനൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. അത് കയറി ചെല്ലുമ്പോൾ ഇവിടെ ഒരു നാഷണൽ ഹൈവേയുടെ ടോൾ ഉണ്ട്. സോ അത് നമ്മൾ ടോൾ കൊടുത്തിട്ട് വേണം അപ്പുറത്തോട്ട് കടക്കാൻ വേണ്ടിയിട്ട്. യഥാർത്ഥ കൊച്ചിയുടെ കാഴ്ചകളാണ്. അതായത് കപ്പൽ സൈഡുകളിൽ, മീനിൻ്റെ ബോട്ടുകൾ, ഷിപ്പുകൾ, ഇതെല്ലാം നമുക്ക് ഈ ഒരു പാലത്തിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. നമ്മൾ സിനിമയിലൊക്കെ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ അല്ലെങ്കിൽ പുണ്യാളനൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ ഉള്ള ഒരു സ്കൈൻ്റെ ലുക്കില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. മെയിൻലി ബിക്കോസ് നല്ല മഴക്കാറുണ്ടായിട്ട് അതുപോലെ തന്നെ നല്ല വെയിലും ഉള്ളത് കൊണ്ടാണ് സ്കൈ ഇങ്ങനെ. പിന്നെ ഇത് ഇവിടെ ഫ്രഷ് മീനൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഇത്. കുറേ മീനൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് കാളമുക്ക് എന്നാട്ടോ. ഓക്കെ, നമ്മൾ അങ്ങനെ മെയിൻ റോഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പുതുവൈപ്പ് ബീച്ചിലോട്ടുള്ള റോഡിലോട്ടാണ് ഈ കയറിയിട്ടുള്ളത്. ഇതിങ്ങനെ നേരെ കുറച്ച് പോകണം. അതിനുശേഷമാണ് നമ്മുടെ പുതുവൈപ്പ് ബീച്ച് എത്തുന്നത്. ഇതാണ് പുതുവൈപ്പ് ബീച്ചിലെ ലൈറ്റ് ഹൗസ് എന്ന് വെച്ചാൽ. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാനുള്ള പ്രൊവിഷൻ ഉണ്ട് കേട്ടോ. നമുക്കൊരു 5:30 അല്ലെങ്കിൽ 5:45 ആ ഒരു ടൈമിലൊക്കെ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും. അതുപോലെ നല്ല കാറ്റും ഉണ്ടാവും. അതും നല്ല ഭംഗിയാണ്. ഇത്രയും നേരം നല്ല എക്സ്പെക്ടേഷൻസിലൊക്കെ ആയിരുന്നെങ്കിലും ഇവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് പണി പാളിയെന്ന് മനസ്സിലായി. കാര്യം ഇവിടെയൊക്കെ ഇത്രയും വെള്ളം കണ്ടപ്പോൾ, അതുമാത്രമല്ല ഈ ഒരു ഏരിയാസിലൊക്കെ ഇത്രയും വെള്ളം, ഓ മൈ ഗോഡ്. അപ്പം തന്നെ മനസ്സിലായി ബീച്ച് വൈബ് എൻജോയ് ചെയ്യാൻ പോയിട്ട് ബീച്ചിലോട്ട് തന്നെ പോകാൻ പറ്റും എന്ന് തോന്നുന്നില്ല എന്ന്. എന്തായാലും വന്നതല്ലേ, ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പം മഴയാണെന്നുണ്ടെങ്കിൽ പൊടിയൊന്നും ഉണ്ടായിരുന്നേ. അപ്പോൾ അതാ കുടയൊക്കെ എടുത്തൊന്ന് ഇറങ്ങി. ഇനി നിങ്ങൾ കാഴ്ചയിൽ തന്നെ കണ്ടോളൂ എന്തായിരുന്നു അവിടെ ശരിക്കും നടന്നതെന്ന്.
അങ്ങനെ നമ്മളൊരു 15 മിനിറ്റ്സ് ഒക്കെ നിന്നിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്.